എന്ത് സംശയം? എന്താ സംശയം? പി വി അൻവർ ഒറ്റക്കല്ല നിയമസഭയിലേക്ക് പോകുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന നിലമ്പൂരിലെ ആയിരക്കണക്കിന് ആളുമായിട്ടാണ്. ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്തതാ വൈകുന്നേരം. ആയിരക്കണക്കിന് ആളുമായിട്ട്. ചിലപ്പോൾ ഞങ്ങൾ കാൽനടയായിട്ട് ഒരാഴ്ച എടുത്തിട്ടായിരിക്കും പോവുക. അല്ലല്ല, അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ജനങ്ങളെയും കൂട്ടിയിട്ട്. അല്ല, മമതയൊക്കെ വരുന്ന നോക്കാതെ. മമതയല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഈ പറയുന്ന പിണറായിസാണല്ലോ. സത്യപ്രതിജ്ഞ ചെയ്യാൻ ഞങ്ങൾ നിലമ്പൂരിൽ ജനങ്ങളെയും കൂട്ടിയിട്ട് ചിലപ്പോൾ നടന്നു പോകും. അല്ല, അങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന്. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, മനസ്സിലായില്ലേ? ഇത് സംഭവിക്കുള്ളൂ. നമുക്ക് കാണാം. ഒരു അമിതമായല്ല, അത് ആത്മവിശ്വാസമാണ്. അത് ആ ജനങ്ങളെ എനിക്കറിയുന്നത് കൊണ്ടുള്ള ആത്മവിശ്വാസമാണ്. ആ ജനങ്ങൾക്ക് എന്നെ അറിഞ്ഞിട്ടുണ്ട് പല ഘട്ടത്തിലും. ആ ആത്മവിശ്വാസമാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ ആ വയനാട് പൊളിഞ്ഞ് തകർന്ന് തരിപ്പണായി കിടക്കുക. രണ്ടാമത്തെ വർഷക്കാലം തുടങ്ങി. ഇന്നോ നാളെയോ ഇനിയും ദുരന്തം ഉണ്ടാകാൻ പോവാണ്. ഒരു കൊല്ലമായിട്ട് 776 കോടി ഉറുപ്പിക ഈ നാട്ടിലെ ജനങ്ങളെ. പ്രതിപക്ഷം അന്ന് ആകെ പറഞ്ഞെന്താ, ഇവിടെ ദുരിതാശ്വാസ നിധിക്ക് കിട്ടുന്ന പൈസ കൈമാറി പോകുന്നുണ്ട്, മറ്റേ വകമാറ്റി ചിലവാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേക അക്കൗണ്ട് തുടങ്ങിയാൽ ജനങ്ങൾ സഹകരിക്കണം, അല്ലെങ്കിൽ സഹകരിക്കരുത്. പ്രത്യേക അക്കൗണ്ട് തുടങ്ങി 776 കോടി കിട്ടിയെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റേറ്റ്മെൻ്റ് അടക്കം പത്രത്തിൽ തന്നല്ലേ. ആകെ 400 വീടുകളാണ്, കുടുംബങ്ങളാണ് പോയത് വരെ കണക്ക് പ്രകാരം. 1.25 കോടി രൂപയുടെ ചെക്ക് എഴുതിയ സാധുക്കൾക്ക് കൊടുത്ത് നിങ്ങൾ പോയിട്ട് സെറ്റിൽ ചെയ്തോ എവിടെയെന്ന് പറയാം. ഈ വാടകക്കെത്തുണ്ട്, വാടകക്ക് മനസ്സിലായില്ലേ? സർക്കാർ വാടക കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് മരുന്നിന് പൈസ ഇല്ല. ഡയാലിസിസ് രോഗികളുണ്ട് 19 എണ്ണം, ഒരാളുമില്ല. ഇതേ സംഭവമാണല്ലോ 2019 കവളപ്പാറ ഉണ്ടായത്. 6 മാസം കൊണ്ട് ആ വിഷയം അവിടെ തീർത്തു കൊടുത്തു നമ്മൾ, മനസ്സിലായോ? അന്നും ഈ നക്കാപിച്ച 4 ലക്ഷം പേർക്കും 6 ലക്ഷം ഭൂമി അങ്ങനെ കൊടുത്ത്. പക്ഷെ പി വി അൻവർ ചെയ്തെന്താ? ജനങ്ങളെ കൂട്ടി സ്ഥലം കണ്ടെത്തി, സ്ഥലം കൊടുത്തു, വീടുണ്ടാക്കാൻ സ്പോൺസർമാരെ കണ്ടെത്തി, വീടുണ്ടാക്കി കൊടുത്തു. ഈ 10 ലക്ഷം ഈ സാധുക്കളെ പോക്കറ്റിൽ വെച്ച് കൊടുത്തു. എന്നാലും അവർക്ക് ആശ്വാസമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. 1500-2000 സ്ക്വയർ ഫീറ്റിൽ താമസിച്ചവർ അതിൽ പലരും മരിച്ചു മരണപ്പെട്ടത്. അതേ രീതിയാണ് വയനാട്ടിലും. അവരെ 450-500 സ്ക്വയർ ഫീറ്റിൽ ഊരാളുങ്ങൾ സൊസൈറ്റി ഉണ്ടാക്കുന്ന കോഴിക്കൂടിൽ കൊണ്ടുപോയി തള്ളാനാ പിണറായി വിജയൻ നിൽക്കുന്നത്, മനസ്സിലായോ? ജനങ്ങൾ ഇത് അനലൈസ് ചെയ്യും. ഒരു മലക്ക് മുകളിൽ വയനാടും താഴെ നിലമ്പൂരുക. അതുകൊണ്ട് അവിടെ ഇടിയുമ്പോൾ മയ്യത്ത് ഇങ്ങോട്ട് വരുന്നത്. എന്തേ ഈ നിമിഷം വരെ പരിഹരിക്കാഞ്ഞത്? അപ്പം ഇതൊക്കെ ചർച്ചയാണ്. ജനങ്ങൾക്ക് അറിയാം പി വി അൻവർ എന്താണെന്നുള്ളത്. ആ ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ ആ ജനങ്ങളോടൊപ്പം പി വി അൻവർ ഉണ്ടാവും. ഈ പോരാട്ടം മലയോര കർഷകർക്ക് വേണ്ടിയുള്ള പോരാട്ടം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. 23-ാം തീയതി റിസൾട്ട് വരട്ടെ, 24-ാം തീയതി അതിൻ്റെ പോരാട്ടത്തിന് ആരംഭം കുറിക്കും. മുഖ്യമന്ത്രി രാജിയൊക്കെ ചോദിച്ചിട്ട് എന്താ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ഇതുവരെ ഉത്തരം പറയാത്തത്? ഭരണത്തിൻ്റെ പ്രതിഫലനം അനലൈസേഷൻ ആകുമെന്ന് പറയുന്നുണ്ടല്ലോ. അനലൈസേഷൻ ആണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരല്ലേ ഇവിടെ ഈ പോരാട്ടം? മറുപടി ഇല്ലല്ലോ. മൂപ്പരിപ്പം മറ്റേ RSSനെ എന്താ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങൾ RSS ഇതിന് മുമ്പ് കൂടിയിട്ടുണ്ട്, സത്യമല്ലേ? നാളെയും കൂടും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഉള്ള സത്യം പറഞ്ഞാൽ വിവാദമായ എന്താ പ്രശ്നം എന്ന് മൂപ്പര് ചോദിച്ചത്. ഇന്നലെ വൈകുന്നേരം അപ്പോൾ വീണ്ടും മലക്കം പറഞ്ഞു, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇപ്പം പ്രതിക്രിയാവാദികൾ എന്താണ് നിനക്ക് പുള്ളിയുടെ മറ്റേ ഭാഷ ഉണ്ടല്ലോ, എവിടെ പോയി എവിടെ എത്തി, ഇതല്ലേ അൻവർ പറയുന്നത്. പച്ചയായ വർഗീയത മാത്രം പ്രൊമോട്ട് ചെയ്ത് രാഷ്ട്രീയം ഉണ്ടാക്കാൻ കഴിയുക. അവിടെ എത്തി. CPM-നെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. ജനങ്ങളുടെ മുന്നിലേക്ക് എന്തെങ്കിലും പറയുന്നത്? തൊഴിലാളി വർഗ പാർട്ടിക്ക് ഒരു തൊഴിലാളികളുടെ ഒരു ഒറ്റ ഇഷ്യൂസ് പറയാനുണ്ടോ? മുതലാളി പാർട്ടിയായി മാറി, പാർട്ട്ണർമാർ അദാനി അംബാനിയായി മാറി. അപ്പം ഇനി എന്താ മാർഗം? ഇനി വർഗീയത പറയാൻ എല്ലാവരും കാണിക്കുന്നത്, മനസ്സിലായില്ലേ? തൊഴിലാളികളുടെ വർഗത്തെക്കുറിച്ച് സംസാരിച്ചിരുന്ന ഒരു പാർട്ടി വെറും മതവർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാവുന്ന ദുരന്തത്തിലേക്ക് ഈ പാർട്ടിയെ എത്തിച്ചാരാ? അതാണ് പിണറായിസം. നോക്കാം നമുക്ക്. അതെ, കുമാരൻ എന്ന് പറഞ്ഞ ആൾ മരിച്ചിരിക്കുന്നു. അതാ പറഞ്ഞത്. ഇന്ന് രാവിലെയും ജനങ്ങൾ വോട്ടെടുക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മലയോര കർഷകരുടെ നെഞ്ചിൽ തീയാണ്. കുമാരൻ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ, 61 വയസ്സുകാരൻ, മുണ്ടൂരിൽ ആന ചവിട്ടി കൊന്നിരിക്കുകയാണ്. ഇന്ന് വോട്ട് ചെയ്യുന്ന ഒരു വോട്ടർ നാളെ രാവിലെ ജീവിച്ചിരിപ്പുണ്ടാകുമെന്നൊരു ഉറപ്പുമില്ലാത്ത നാട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. മനുഷ്യനെയും മൃഗങ്ങളെയും വേർതിരിക്കാനുള്ള ഒരു വേലി കെട്ടിത്തരണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആകാശത്തുനിന്ന് ഒരു അമ്പിളിമാമനെ പിടിച്ചു കൊണ്ടുതരണമെന്ന് ഈ ഗവൺമെന്റിനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു വേലി കെട്ടിത്തരൂ, ഈ മൃഗങ്ങളെയും മനുഷ്യരെയും ഒന്ന് മാറ്റിത്തരൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ.
ചില്ലറ കാശ് ആകെ 3000 കോടി ഉണ്ടെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് തീർക്കാവുന്ന വിഷയം ചെക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു മനസാക്ഷി കുത്തൂല്ലാതെ. എന്താ ആളെ പേര് മാത്രം 10 ലക്ഷം. മനുഷ്യൻ അപ്പം ഒരു മനുഷ്യന്റെ വിലയിട്ടത് പിണറായി വിജയൻ 10 ലക്ഷം. ഒരു മനുഷ്യജീവനെ. അദ്ദേഹത്തിന്റെ മരുമകന് ഒരു റീൽ ഉണ്ടാക്കാൻ 9,90,000. 2 മിനിറ്റിന്റെ റീല്. വെറും 2 മിനിറ്റിന്റെ റീല് കണ്ടല്ലോ നിങ്ങൾ, രേഖകൾ തന്നല്ലോ. ആ 2 മിനിറ്റിന്റെ റീലാണ് പിണറായി വിജയൻ മലയോരത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഇട്ടിരിക്കുന്ന വില. അറിയാം നമുക്ക്. എന്നിട്ട് ഇങ്ങനെ നെഞ്ചുന്തി നിലമ്പൂരിൽ വന്നിട്ട് പിണറായിസം പ്രസംഗിക്കുക. സഖാക്കൾ ഏത് സഖാവ് ആട്ടി വിടാൻ പോവാണ് നിലമ്പൂരിലെ വോട്ടർമാര്. ഈ ജാതി സഖാക്കളെ, നിലമ്പൂരിലെ സഖാക്കളാ സംഘടിച്ചിരിക്കുന്നത്. മരുമോന് റീലുണ്ടാക്കാൻ 2 ലക്ഷം. ആന ചവിട്ടി കൊന്നാലും ഈ പറയുന്ന കരടി കടിച്ചു തിന്നാലും അതിന് 10 ലക്ഷം, റീലിനും 10 ലക്ഷം. അപ്പം മരുമകന്റെ ഒരു റീലിന് 2 മിനിറ്റുള്ള റീലിന്റെ വിലയാണ് സഖാവ് എന്ന് വിളിക്കുന്ന പിണറായി വിജയൻ ഈ മനുഷ്യർക്ക് ഈ കേരളത്തിലിട്ട വില. അറിയാം നമുക്ക്. ആ മനസ്സുമായിട്ടാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ 75,000 വോട്ട് പിടിക്കും ഞാൻ എന്ന് പറഞ്ഞെടുത്ത് 75,000-ൽ നിന്ന് ഇന്നലത്തോടു കൂടി എനിക്ക് ബോധ്യപ്പെട്ടു 75,000-ൽ നിൽക്കില്ല എന്ന്. അതാണ് നിലമ്പൂരിലെ ജനവികാരം. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് കാണാമല്ലോ.